കൊച്ചി കരിവേലിപ്പടി ജില്ലാ ആശുപത്രിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. അഡ്മിറ്റായ മകന് കൂട്ടിരിക്കാനെത്തിയ മാനാശ്ശേരി സ്വദേശി ലീനയ്ക്ക് നായയുടെ കടിയേറ്റു. ആശുപത്രിക്ക് അകത്ത് വെച്ചാണ് കടിയേറ്റത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് പോകാൻ ഭയമാണെന്നും അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്നും നായയുടെ കടിയേറ്റ ലീന റിപ്പോർട്ടിനോട് പറഞ്ഞു. രാവിലെ എൻ്റെ മോൻ കരുവേൽപ്പടി ആശുപത്രിയിൽ ഡെങ്കുപ്പനിയായിട്ട് കിടക്കണേണ്. മോൻ്റെ ബ്ലഡ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 8:30 ലാബ് തുറന്നപ്പോൾ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ കൊടുത്തിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് പട്ടി ഞങ്ങളുടെ വാർഡിൻ്റെ വാർഡിൻ്റെ വാതിക്കെ കിടക്കണമായിരുന്നു. ഞാനിങ്ങനെ നടന്നു തന്നെയാണ് പട്ടി ഓടി വന്ന് എന്നെ കടിക്കുകയാണ് ചെയ്തത്. ഈ ആശുപത്രിക്കകത്ത് ഒരുപാട് പട്ടികളുണ്ടോ? ഒരുപാട് പട്ടികളുണ്ട്. ഇന്നലെ പട്ടി പിടിക്കാൻ വേണ്ടി 2-3 പേര് വന്നിട്ട് അടുത്തുള്ള ചായക്കടയിൽ കയറിയെന്ന് ചായം കുടിച്ച് പോയി. പട്ടിനെ പിടിച്ചെന്ന് പറയണം, നമ്മളൊന്നും കണ്ടൊന്നുമില്ല. അവിടെ നിന്ന് രാവിലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഒരു TTയും പിന്നെ ഷോൾഡറിന് ഒരു ഇഞ്ചക്ഷനും എടുത്ത് അത് കഴിഞ്ഞ് ഇപ്പം ജനറൽ ആശുപത്രിയിൽ മുറിവിന് ചുറ്റും എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടത്. നിതിൻ സേവ്യറാണ് വിവരങ്ങളുമായുള്ളത്. നിതിൻ, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആശുപത്രികളിൽ ഇപ്പോൾ കാസർഗോഡും സമാനമായ സംഭവം കണ്ടു, പക്ഷേ ആക്രമിച്ചിട്ടില്ല. ഇതിപ്പോൾ കുട്ടിയുമായി ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്ക് കടിയേൽക്കുന്ന സാഹചര്യം. എന്താണ് ആശുപത്രി അധികൃതരോട് പ്രതികരിക്കുന്നത്? ഈ പ്രദേശമൊക്കെ തെരുവുനായ്ക്കളുടെ ശല്യമുള്ള പ്രദേശമാണെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും സ്മൃതി, അതായത് 4 ദിവസം മുൻപാണ് ഈ ആശുപത്രിയെക്കുറിച്ച് തന്നെ, ഈ ആശുപത്രിയിൽ വലിയ തോതിൽ തെരുവ് നായ്ക്കൾ ആശുപത്രിക്കുള്ളിൽ കയറി കറങ്ങി നടക്കുന്നു എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. ആ വാർത്ത എടുത്തതിനെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് നമ്മളെ വിളിച്ച് എന്തുകൊണ്ടാണ് ആശുപത്രിക്കകത്ത് കയറി വിഷ്വൽ എടുത്തതെന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് പറയുകയാണ് അവർ ചെയ്തത്. അവരുടെ അനുമതിയില്ലാതെ ആശുപത്രിക്കകത്ത് കയറി വിഷ്വൽ എടുത്തു എന്നായിരുന്നു അവരുടെ പരാതി. പക്ഷേ ആശുപത്രിക്കകത്ത് ചുറ്റി നടക്കുന്ന നായ്ക്കളെ കുറിച്ച് ഇപ്പോഴും ഒരു നടപടിയും അവരെടുത്തിട്ടില്ല. അവരുടെ തന്നെ ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റിനാണ് 2 ദിവസം മുൻപ് നായയുടെ കടിയേറ്റത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ വന്നൊരു അമ്മ, മകൻ അവിടെ ഡെങ്കിപ്പനി വന്ന് അവിടെ അഡ്മിറ്റാണ്. മകന് കൂട്ടിരിക്കാൻ വന്ന അമ്മ മാനാശ്ശേരി സ്വദേശിയായ ലീനയ്ക്കാണ് ഇപ്പോൾ നായയുടെ കടിയേറ്റിരിക്കുന്നത്. അവർ രാവിലെ തന്നെ അവിടെ നിന്നും ഒരു ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊരു ഓങ്കോളജി പേഷ്യൻ്റ് കൂടിയാണ്. അപ്പോൾ അവർക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള ആശങ്കകളുണ്ട്. DMOയുമായി അവർ സംസാരിക്കുന്നുണ്ട്. ഇത് കാലങ്ങളായി ആശുപത്രിയെക്കുറിച്ച് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഒരു കാലത്ത് വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു ആശുപത്രിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ശോചനീയ അവസ്ഥയിലാണ്. നായ്ക്കൾ ഇങ്ങനെ എപ്പോഴും വരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക്, ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് വലിയ ഭീതിയിലാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. പാവപ്പെട്ട രോഗികളെ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അധികൃതർ ഉടനടി നടപടിയെടുക്കേണ്ടതുമാണ്.